Hello guys, welcome to Strut and Time. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ 5 പ്രോബ്ലംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. A point in a strained body is subjected to stresses as shown in figure. Find the principal stresses and maximum shear stress. Also locate the principal planes and planes of maximum shear stress to the vertical plane. Calculate the strains along the direction of the principal stress. Also take E is equal to 200 GPa and nu Poisson's ratio as 0.25. ഇത്രയാണ് തന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഒരു ബോഡി സ്ട്രെയിൻഡ് ആണ്, സ്ട്രെസ്സസ് ഈ തന്നിരിക്കുന്ന പോലെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്സും പിന്നെ ഏത് പ്ലെയിനിലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ പ്ലെയിൻസ്, പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിനും. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ. അപ്പം കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ, ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രെയിൻസ് കണ്ടുപിടിക്കാം. നമ്മൾ തിയറട്ടിക്കൽ പോർഷൻ പറഞ്ഞപ്പോഴത്തേക്കും ഷിയർ സ്ട്രെസ് സെപ്പറേറ്റും ഡയറക്റ്റ് സ്ട്രെസ് ബൈ ആക്സിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡയറക്റ്റ് സ്ട്രെസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ കമ്പൈൻഡ് കേസ് വരുമ്പോഴത്തേക്കും ഒരു കമ്പൈൻഡ് ഇക്വേഷൻ ഉണ്ട്, അതായത് ഡയറക്റ്റ് സിഗ്മയും ടോയും വെച്ചിട്ടുള്ള ഒരു കമ്പൈൻഡ് ഇക്വേഷൻ ഉണ്ട്. ആ ഒരു കേസ് കൂടെ ഞാൻ പറയുകയാണ്. ഇതിൻ്റെ കൂടെ ഇക്വേഷൻ മാത്രം മതി, നമുക്കിതിൻ്റെ ഡെറിവേഷൻ ഒന്നും നോട്ട് ചെയ്യാനില്ല. ഡയറക്റ്റ് സ്ട്രെസ്സസ് രണ്ട് ആക്സസിലുണ്ട്, അപ്പോൾ ബൈ ആക്സിയൽ സ്ട്രെസ് ആണ് വരുന്നത്. അപ്പം ഈ വന്നിരിക്കുന്ന വൈ ആക്സസിലുള്ള സിഗ്മ വൈയും അത് എന്ത് ഫോമിലാണ്, കംപ്രസീവ് ആണ് അല്ലേ, അപ്പോൾ അത് കംപ്രസീവ് ആയിട്ടാണ് ആ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഇനി എക്സ് ആക്സസിൽ 90, അപ്പോൾ ഇത് സിഗ്മ എക്സ് ഉണ്ട്, അത് ടെൻസൈലാണ് ഇല്ലേ, ഇത് സിഗ്മ എക്സ് ടെൻസൈൽ ഫോമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടാതെ ഒരു ഷിയർ സ്ട്രെസ് കോമ്പിനേഷനും ഉണ്ട്, 20 MPa ടോ. അപ്പൊ ഇത് ടോ എക്സ് വൈ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉള്ള ഇക്വേഷൻ, ഞാൻ തിയറി പോർഷനിൽ ഈ ഇക്വേഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇക്വേഷൻ മാത്രം മതി, ജസ്റ്റ് ഒരു സിമ്പിൾ കോമ്പിനേഷൻ ആണ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മാക്സിമ ആൻഡ് മിനിമ വാല്യൂ സിഗ്മ പി മാക്സ് വന്നു കഴിഞ്ഞാൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 the whole square പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഇതാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പൊ മിനിമം എന്തായിരിക്കും? സിഗ്മ പി മിനിമം എന്ന് പറഞ്ഞാൽ ഇതേപോലെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് വന്നതിന് പകരം മൈനസ് ആകും. ബാക്കി ടേംസ് എല്ലാം സെയിം ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഇതാണ് മാക്സിമ ആൻഡ് മിനിമ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് tan 2 theta p is equal to 2 tau xy. ഇത് y ആക്സിസും ഇത് x ആക്സിസും ആണ്. ഓക്കെ, മോർ സർക്കിൾ വെച്ച് പറയുമ്പോൾ ഇത് y ആൻഡ് ഇത് x ആണ്. അപ്പം tau xy 2 tau xy by സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. അത് അങ്ങനെ നോക്കിയാലും മതി. ടോ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2. ആ 2 ആണ് മാളി വന്നത്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് സ്ട്രെസ് വെച്ച് പറയുമ്പോൾ ഉള്ള മാക്സിമം മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് അതിന്റെ ഡയറക്ഷൻ അപ്പൊ തീറ്റ പി കണ്ടുപിടിക്കാം. ക്ലിയർ? ഇനി ഇതേപോലെ നമുക്ക് ഷിയറിനും പറയാം. ഷിയർ സ്ട്രെസ് വരുമ്പോഴത്തേക്കുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സും അതിന്റെ ഡയറക്ഷൻ പറയാം. ടോ മാക്സ് മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടാറ്റർ ടോ സ്ക്വയർ റൂട്ട് ഓഫ്
sigma x minus sigma y by 2 square plus 2xy square. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും മാക്സിമ മിനിമ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മാക്സ് എന്ന് പറഞ്ഞാൽ ആ ആവറേജ് ഓഫ് ഡയറക്റ്റ് സ്ട്രെസ്സും പ്ലസ് 2xy 2 മാക്സ് വരണം പ്ലസ് 2 മാക്സ് വരണം സിഗ്മ മിനിമം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആവറേജ് പ്ലസ് സിഗ്മ y by 2 മൈനസ് 2 മാക്സ് വരണം അല്ലേ 2 മാക്സ് ആണ് ഈ ടേം. ഓക്കെ ഇതിനകത്ത് ഇനി നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ tan 2 theta ഓഫ് ഷിയർ ഈസ് ഈക്വൽ ടു തിരിഞ്ഞു വരും. കാരണം ടോ വരുന്നത് y ആക്സിസിലൂടെയാണ്. അപ്പൊ ഇതിന്റെ tan എന്ന് പറഞ്ഞാൽ x by y ആണ് വരുന്നത്, തിരിച്ചാണ് വരുന്നത്. സോ സിഗ്മ എക്സ് മൈനസ് സിഗ്മ y by 2 ഹോൾ ഡിവൈഡ് ബൈ 2xy ആണ്. അപ്പൊ ഇവിടെ 2xy. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. അപ്പൊ ഈ റിലേഷൻസ് വെച്ച് നമുക്ക് ഇതിനകത്ത് ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യനിൽ ഇനി ഗിവൺ ഡേറ്റ എന്തൊക്കെയാന്ന് നോക്കാം. തന്നിരിക്കുന്നത് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 90 MPa ടെൻസൈൽ ആയതുകൊണ്ട് പോസിറ്റീവ്. ഓക്കെ ഇനി സിഗ്മ വൈ എന്ന് പറയുന്നത് കംപ്രഷൻ ആണ് അല്ലെ, അപ്പൊ മൈനസ് 50 MPa കംപ്രഷൻ ആയതുകൊണ്ട്. ഇനി 2xy തന്നിട്ടുണ്ട്, ഡയറക്ഷൻ 20 MPa തന്നിട്ടുണ്ട്. അപ്പൊ therefore നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസിന്റെ ഇക്വേഷൻ ഉണ്ട്. സിഗ്മ പി മാക്സ് ഇസ് ഈക്വൽ ടു എന്താ, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 സ്ക്വയർ പ്ലസ് 2xy സ്ക്വയർ. ഇതിനകത്ത് ഈ നോൺ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. കിട്ടുന്ന വാല്യൂ ഞാൻ പറയാം, 92.8 ആണ്. 8 MPa ആണ് വാല്യൂ കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ പി മിനിമം. അപ്പൊ ഈ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്ഷനും കൂടെ നോക്കണമെന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അപ്പൊ ഇവിടെ സിഗ്മ പി മിനിമം ഇവിടെ മൈനസ് വാല്യൂ വരും. അപ്പം ഈ ആവറേജിൽ നിന്നും ഈ 2 മാർക്സ് ടേം അങ്ങ് മൈനസ് ചെയ്യും. സോ ഇവിടെ വാല്യൂ വരുന്നത് മൈനസ് 52.8 MPa എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡയറക്ഷൻ tan 2 theta p is equal to 2xy by സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ആണ്. വാല്യൂ കിട്ടുന്നത് 0.28 ആണ്, 2857 എന്നാണ്. therefore തീറ്റ പി ആംഗിൾ കിട്ടുന്നത് 7.97. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ആ ഒരു പാർട്ടിൽ വരുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 2 മാക്സ് കണ്ടുപിടിക്കാം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ പോർഷനാണ് 2 മാക്സ്. ഓക്കെ അപ്പം നമുക്ക് 2 മാക്സിന്റെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാം. ടാൻ വാല്യൂ നമ്മുടെ ഡയറക്ഷനും എടുക്കാം. therefore 2 max is equal to square root of sigma x minus sigma y by 2 square plus 2xy square. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കിട്ടുന്നത് 72.80 MPa എന്നാണ്. അതിന് കറസ്പോണ്ടിങ് ഡയറക്ഷൻ tan 2 theta s is equal to sigma x minus sigma y by 2xy എന്നാണ്. അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിച്ച് തീറ്റ എസ് എടുക്കാം. therefore ഇത് വെച്ച് തീറ്റ എസ് എനിക്ക് കിട്ടുന്നത് വാല്യൂ 37.02 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഡയറക്ഷൻ ഷിയർ മാക്സിമം ഷിയറിന്റെ ആയാലും പ്രിൻസിപ്പൽ സ്ട്രെസ്സസിന്റെ ആയാലും വാല്യൂസും അതിന്റെ ഡയറക്ഷൻസും കിട്ടി. ഇത് വെച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിൻസ് എടുക്കാം. സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം,
E തന്നിട്ടുണ്ടല്ലേ, E is equal to 200 GPa എന്ന് തന്നിട്ടുണ്ട്. 200 GPa ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെയിൻ എങ്ങനെ എടുക്കാം? സ്ട്രെയിൻ is സിഗ്മ ബൈ ഇ ഇല്ലേ? അപ്പൊ കറസ്പോണ്ടിങ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സസിന് കറസ്പോണ്ടിങ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് നമ്മൾക്ക് എടുക്കാം. ദാറ്റ് ഈസ് സിഗ്മ പി മാക്സ് ബൈ ഇയും വരും, സിഗ്മ പി മിനിമം ബൈ ഇയും വരും. അപ്പം അങ്ങനെ സിഗ്മ 1ഉം എപ്സിലൻ 1ഉം എപ്സിലൻ 2 ഇസ് ഈക്വൽ ടു സിഗ്മ പി മിനിമം ബൈ ഇ വരും. ഇത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഷിയർ സ്ട്രെസ്സും പിന്നെ ഏത് വാല്യൂ ജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷിയർ സ്ട്രെയിനും കണ്ടുപിടിക്കാം. അപ്പൊ ഇത് രണ്ട് സ്ട്രെയിൻസും കൂടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രോബ്ലം ആകും. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും എപ്പോഴും ഗേറ്റ് ആയാലും വളരെ കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും വളരെ അധികം ചോദിക്കുന്ന ഒരു റിലേഷൻ ഉണ്ട്, ഒരു പ്രോബ്ലം ആണിത്. ബൈ ആക്സിയൽ സ്ട്രെസ്സസ് വിത്ത് ഷിയർ സ്ട്രെസ് കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും അതിനാൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എത്ര വരും, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഏത് പ്ലെയിനിലാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A solid circular shaft transmits 80 kilowatt power at 190 rpm rotations per minute. Calculate the diameter of the shaft if the twist in the shaft is not to exceed 1 degree in 2 meter length of shaft and shear stress is limited to 60 MPa. Take G is equal to 100 GPa. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സർക്കുലർ സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്. പവർ ട്രാൻസ്മിറ്റഡ് ഇസ് 80 കിലോവാട്ട്. RPM നമ്പർ ഓഫ് റൊട്ടേഷൻസ് വരുന്നത് 190, N വരുന്നത് 190. ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ് വേണ്ടത്. ട്വിസ്റ്റ് തന്നിട്ടുണ്ട് 1 ഡിഗ്രി, ലെങ്ത് 2 മീറ്റർ. മാക്സിമം സ്ട്രെസ് വരേണ്ടത് 60, ഷിയർ സ്ട്രെസ് വരേണ്ടത് 60 MPa. നമുക്ക് ഗിവൺ വരുന്നത് പവർ ഉണ്ട്, P is equal to 80 kilowatt, that is 80 into 10 raised to 3 watt. ഇനി N ഉണ്ട് 190 rpm. ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. ടോ തന്നിട്ടുണ്ട് 60 MPa. G തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ G or C തന്നിട്ടുണ്ട് 100 GPa ആണ്. സോ 100 to 10 raised to 3 MPa. തീറ്റ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 1 ഡിഗ്രി ആണ്. അപ്പൊ ഇതിനെ എന്തിലോട്ടാക്കണം? റേഡിയൻസിലോട്ട് ആക്കിയിട്ട് വേണം നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ. ഡിഗ്രി ഇട്ടിട്ട് ചെയ്ത്. സോ 1 into pi by 180 റേഡിയൻസ് ഇതാക്കിയിട്ട് വേണം ചെയ്യാൻ. നമുക്ക് വേണ്ടത് എന്താണ്? ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ആണ് വേണ്ടത്. നമുക്ക് ഇപ്പൊ ഇത്രയും ഡേറ്റ വെച്ച് അവൈലബിൾ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. പവറിന്റെ ഇക്വേഷൻ ഉണ്ട്, 2 pi nt by 60 ഉണ്ട്. ഇതിനകത്തുനിന്ന് ഡയമീറ്റർ കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ഷിയർ സ്ട്രെസ്സിനെയും തീറ്റ ജി എൽ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? ടോർഷണൽ ഇക്വേഷൻ ഉണ്ട്. ടോർഷണൽ റിലേഷൻ ഏതാണ്? ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ഉണ്ട്, സി ഓർ ജി. അപ്പൊ ഇതിനകത്ത് ആർ എന്താണ്? റേഡിയസ് ആയിരുന്നു. അപ്പൊ റേഡിയസിൽ നമുക്ക് ഡയമീറ്റർ കിട്ടും. ടോ ഇസ് ഈക്വൽ ടു ആർ സി തീറ്റ എൽ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ടോ ഇൻറ്റു എൽ ബൈ സി തീറ്റ. ടോ 60 ഉണ്ട്, എൽ ഉണ്ട് 2 മീറ്റർ, ദാറ്റ് ഇസ് 2000 mm. 2000 mm. സി ഉണ്ട്, തീറ്റ ഉണ്ട്. ഇത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് റേഡിയസ് ഇസ് 68.75 mm എന്ന് കിട്ടും. Therefore diameter is 2 times radius, that is
137.5 mm. ഇത്രയും വെച്ച് നമുക്ക് ഈ പ്രോബ്ലം തീരും. ഇപ്പോൾ ഫസ്റ്റ് പവറും ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നമുക്ക് ഇത്രയും കാര്യം മാത്രം മതി. ടോർഷണൽ ഇക്വേഷൻ വെച്ച് നമുക്ക് റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്, ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കണ്ടുപിടിക്കാം. ഇത്രയാണ് നമുക്ക് വരുന്ന പ്രോബ്ലംസ്. അപ്പം ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് പാർട്ട് ബി ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇത്രയും വെച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരുവിധം എല്ലാ പോർഷനും കവർ ആയെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും പോർഷൻ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറോ ക്വസ്റ്റ്യൻസോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അത് സോൾവ് ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ മെയിൽ അയക്കാം, സൊല്യൂഷനായിട്ട് മെയിൽ, എക്സ്പ്ലനേറ്ററി ആയിട്ട് മെയിൽ അയക്കുന്നതാണ്. So thank you so much. Hope you enjoy the session. Doubts ഉണ്ടെങ്കിൽ ചോദിക്കുക. Do subscribe my channel. Keep updated with my latest videos. Bye.